അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയുമായി ചർച്ച നടത്തി. ഗൾഫ് US ഉച്ചകോടിയോടനുബന്ധിച്ചാണ് റിയാദിലെ കിങ് അബ്ദുൽ അസീസ് കോൺഫറൻസ് സെന്ററിൽ സുപ്രധാനമായ ചർച്ച നടന്നത്. 35 വർഷത്തിനിടയിൽ ആദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് സിറിയൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. സിറിയക്കെതിരായ എല്ലാ ഉപരോധങ്ങളും നീക്കുമെന്ന് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടനുബന്ധിച്ച് സിറിയയിലെങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. ട്രംപിന്റെ തീരുമാനത്തെ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സ്വാഗതം ചെയ്തു. അറബ് രാജ്യങ്ങളോടുള്ള അമേരിക്കയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ട്രംപ് സൗദി സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് വൈകുന്നേരത്തോടെ ഖത്തറിലേക്ക് തിരിച്ചത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചുപൂട്ടും. അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകാനിരിക്കെ 2032ഓടെ പഴയ വിമാനത്താവളം അടച്ചുപൂട്ടാനാണ് തീരുമാനം. ഇന്നാണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായത്. വിമാനത്താവളത്തിന്റെ നിലവിലെ ഇടം നഗര പുനർവികസനത്തിനായി ഉപയോഗിക്കാനാണ് തീരുമാനം. ഇത് ഗതാഗത കുരുക്കുകൾ ലഘൂകരിക്കുന്നതിനിടയാക്കുമെന്ന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം CEO പോൾ വിസ് അറിയിച്ചു. UAE വോളണ്ടറി സേവിംഗ് സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ജീവനക്കാർക്കും അടിസ്ഥാന സംഭാവന തുക പ്രതിമാസം നൽകണം. തൊഴിലുടമ ആവശ്യമായ തുക അടക്കുന്നതിൽ പരാജയപ്പെട്ടാൽ നിശ്ചിത തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലമുള്ള മുന്നറിയിപ്പ് നൽകും. എന്നിട്ടും 2 മാസത്തേക്ക് സംഭാവന അടയ്ക്കാതെ തുടരുകയാണെങ്കിൽ എല്ലാ കുടിശ്ശികകളും തീർപ്പാകുന്നതുവരെ തൊഴിലുടമയ്ക്ക് പുതിയ വർക്ക് പെർമിറ്റുകൾ നൽകുന്നത് നിർത്തിവെക്കും. 4 മാസമായിട്ടും അടച്ചില്ലെങ്കിൽ ഓരോ ജീവനക്കാരനും പ്രതിമാസം 1000 ദിർഹം പിഴ ചുമത്തും. സൗദി അറേബ്യയിൽ ഈ വർഷം തന്നെ ഓട്ടോണമസ് വാഹനങ്ങൾ ഓടിത്തുടങ്ങും. ഊബർ CEO ധരാക്കോസ്ര ഷാഹി അറിയിച്ചതാണ് ഈ വിവരം. യാത്രക്കാർക്കും മറ്റും റോഡ് ഉപയോക്താക്കൾക്കും ഓട്ടോണമസ് വാഹനങ്ങൾ കൂടുതൽ സുരക്ഷിതമായ അന്തരീക്ഷം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സൗദി US നിക്ഷേപ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുവൈത്തിലെ അൽമങ്കഫിൽ 49 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം കെട്ടിട ഉടമയടക്കം 3 പ്രതികൾക്ക് 3 വർഷം കഠിന തടവ്. കെട്ടിടത്തിന്റെ സുരക്ഷയിൽ വൻ വീഴ്ച കണ്ടെത്തിയതിനാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. തെറ്റായ സാക്ഷിമൊഴി നൽകിയ 2 പ്രതികൾക്ക് 1 വർഷം തടവും ഒരാളെ ഒളിപ്പിച്ചു വച്ച 4 പ്രതികൾക്ക് ഓരോ വർഷം തടവും വിധിച്ചു. കഴിഞ്ഞ ജൂൺ 12 പുലർച്ചെ 6 നില കെട്ടിടത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ചവരിൽ 45 പേർ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരായിരുന്നു. മലയാളിയായ KG എബ്രഹാമിന്റെ ഉടമസ്ഥയിലുള്ള NBTC കമ്പനിയിലെ ജീവനക്കാരാണ് മരിച്ചത്. സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീ പടർന്നത്. UAEയിൽ അടിയന്തര ആവശ്യങ്ങൾക്ക് ഡോക്ടർമാർക്ക് ഇനി മുതൽ ബിൻവാരിക്ക സേവനം ഉപയോഗപ്പെടുത്താം. ആശുപത്രികളിൽ അടിയന്തര സേവനം ആവശ്യമായി വരുമ്പോഴാണ് ഗതാഗത നിയമങ്ങൾ മറികടക്കാൻ പ്രത്യേക അനുമതിയുള്ള ബിൻവാരിക്ക സർവീസ് ഉപയോഗിക്കാനുള്ള അവസരം നൽകുന്നത്. ബിൻവാരിക്ക സേവനത്തിൽ രജിസ്റ്റർ ചെയ്ത ഡോക്ടർമാർക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗപരിധി മറികടക്കാനുള്ള അനുമതി, ഹാർഡ് റോഡ് ഷോൾഡറുകൾ ഉപയോഗിക്കാനുള്ള അനുമതി, ട്രാഫിക് പട്രോളിംഗിൽ നിന്ന് തത്സമയം സഹായം സ്വീകരിക്കാനുള്ള അനുമതി എന്നിവ ഉൾപ്പെടെ പ്രത്യേക റോഡ് ആനുകൂല്യങ്ങളാണ് നൽകുന്നത്. സൗദി അറേബ്യയിലെ ദമാമിൽ സാമൂഹിക പ്രവർത്തകനായിരുന്ന മലയാളി മരിച്ചു. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി മുഴുപ്പിലങ്ങാട് സ്വദേശി നരോത്ത് മുഹമ്മദ് അലിയാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. മാസ് ഏർപ്പെടുത്തിയ മാധവൻപാടി അവാർഡ് വിതരണവും കൊച്ചുകൃഷ്ണൻ മാധവൻപാടി അനുസ്മരണ സമ്മേളനവും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അവാർഡ് വിതരണവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആദിൽ ജിമിയും പെൺകുട്ടിയുടെ വിഭാഗത്തിൽ ഹിദ ഫാത്തിമയും പുരസ്കാരം ഏറ്റുവാങ്ങി. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ആക്ടിംഗ് പ്രസിഡന്റ് പ്രദീപ് നന്മാറ, TK അബ്ദുൽ ഹമീദ്, RP മുരളി, പ്രമോദ് മഹാജൻ, അമീൻ എന്നിവർ പ്രസംഗിച്ചു. മാസ് പ്രസിഡന്റ് അജിത രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ബിനു കോറം സ്വാഗതം പറഞ്ഞു. തുടർന്ന് അലോഷിയുടെ ഗസലും അരങ്ങേറി.